എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുടെ ട്രെയിലർ സാമാന്യം സിനിമ കാണുന്ന ഒരു വ്യക്തി കണ്ടു കഴിഞ്ഞാൽ ഏകദേശം കഥയുടെ ഒരു ധാരണ നമ്മുടെ തലയിലുണ്ടാകും. സിനിമയിലേക്ക് വരുമ്പോൾ ഈ ഒരു ധാരണയുടെ അപ്പുറത്തേക്ക് കാര്യമായിട്ടൊന്നും തന്നെ സംഭവിക്കുന്നില്ലെങ്കിലും സാമാന്യം കൊള്ളാവുന്ന സിറ്റുവേഷണൽ ഹ്യൂമറും പിന്നെ ചില്ലറ മിസ്റ്ററിയും എല്ലാം കൊണ്ട് ഈ പടത്തെ ഒരു ഫൺ ഫിലിം ലെവലിൽ എത്തിക്കാൻ മേക്കേഴ്സിന് സാധിച്ചിട്ടുണ്ട്. അതേപോലെ സീനുകളെ അനാവശ്യമായി വലിച്ചു നീട്ടി ക്ഷമ പരീക്ഷിക്കുന്ന ലെവലിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല. അത്യാവശ്യം കൊള്ളാവുന്ന ട്വിസ്റ്റുകൾ ഫൈനൽ ആക്ടിൽ കൊണ്ടുവന്ന് വളരെ കംഫർട്ടബിൾ ആയിരുന്ന് കാണാവുന്ന ഒരു സിമ്പിൾ എന്റർടൈനറാണ് എന്ന് സ്വന്തം പുണ്യാളൻ. റൂറൽ ആയിട്ടുള്ള ഒരു കുന്നിൻപുറത്തുള്ള ചർച്ച് പശ്ചാത്തലമാക്കിയിട്ടാണ് കഥ നടക്കുന്നത്. നായകനായിട്ടുള്ള ഫാദർ തോമസ് ഈ ചർച്ചിലേക്ക് പറഞ്ഞയക്കപ്പെട്ടതാണ്. ഇതിനു മുന്നേ നിന്ന സ്ഥലത്തുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം സീനിയർമാരെ ചൊടിപ്പിക്കുകയും ഈ പള്ളിയിലെ മുൻകോപിയായ അച്ഛന്റെ കീഴിൽ വൈദികനാകാൻ അയാളെ പറഞ്ഞയക്കുകയായിരുന്നു. അവിടെ എത്തിയതിനു ശേഷം ഒരു രാത്രി പെട്ടെന്നൊരു കപ്പിൾ സഹായം ചോദിച്ച് കയറി വരികയും അതിലെ പെൺകുട്ടിക്ക് തോമസ് സ്വന്തം റൂം വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ചില സിനിമകൾ കാണുന്ന സമയത്ത് അതിലെ കഥാപാത്രങ്ങൾ ടെൻഷൻ അടിക്കുന്നതും പാനിക്കായി ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതും കാണുമ്പോൾ അയാളൊന്ന് മര്യാദക്ക് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ കഥയിലുള്ളൂ എന്ന് നമുക്ക് തോന്നാറില്ലേ? ഈ സിനിമയിൽ ഫാദർ തോമസിന്റെ തുടക്കത്തിലുള്ള കളികൾ കാണുമ്പോൾ അങ്ങനെ ഒരു സിനിമയാണെന്നാണ് നമുക്ക് തോന്നുക. 1/2 ഡസൻ പെങ്ങന്മാരുള്ള ഒരു കുടുംബത്തിലെ ഏക ആൺതരിയാണ് നായകൻ എന്നതൊക്കെ സിനിമയുടെ കഥയ്ക്ക് യാതൊരു ഉപയോഗവുമില്ലാത്ത ബാക്ക് സ്റ്റോറിയാണ്. ആരെങ്കിലും വാതിൽ മുട്ടുമ്പോൾ നായകൻ ടെൻഷൻ അടിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് അനാവശ്യമായ ടെൻഷനാണെന്ന്. സെക്കൻഡ് ഹാഫിനോട് അടുത്ത് വരുമ്പോഴാണ് പടം ഒന്ന് ഗിയർ മാറ്റുന്നത്. ദുൽഖർ സൽമാന്റെ ചാർലിയുടെ ബീറ്റ വേർഷൻ പോലെയുള്ള അർജുൻ അശോകൻ അവതരിപ്പിച്ച കഥാപാത്രം കയറി വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ആ ഭാഗം തൊട്ട് പെൺകുട്ടിയുടെ കഥാപാത്രത്തിന്റെ സ്വഭാവവും മാറുന്നുണ്ട്. ബാലു വർഗീസിനെ സ്ഥിരം ടെൻഷനടി പരിപാടികളുമായിട്ടാണ് ഇതിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യ പകുതിയിലെ പുള്ളിയുടെ ക്യാരക്ടർ ഒരർത്ഥത്തിൽ കോമഡി സൃഷ്ടിക്കാൻ സ്ക്രിപ്റ്റ് കഷ്ടപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പല ട്രാൻസിഷൻസ് ഉള്ള ഒരു കഥാപാത്രത്തെയാണ് അനശ്വരയ്ക്ക് ഈ സിനിമയിൽ കിട്ടിയിട്ടുള്ളത്. അതിൽ ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്ന രണ്ടാമത്തെ ഫേസ് ആണ് എനിക്ക് പേഴ്സണലി നല്ലതുപോലെ ഇഷ്ടപ്പെട്ടത്. സിനിമയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അനശ്വരയുടെ മൂവ്മെന്റ്സ് ഒക്കെ അടിപൊളിയാണെങ്കിലും ബോഡി ലാംഗ്വേജ് ഒരു പൊടിക്ക് ഓവർ ആകുന്നുണ്ട്. പള്ളിക്കകത്തേക്ക് തട്ടുപൊളിച്ച് വരുന്ന കഥാപാത്രമായി എത്തുന്ന അർജുൻ അശോകൻ തുടക്കത്തിൽ ഓവറാക്കിയ ഒരു ചാർലി ആകുമോ എന്ന് ആ ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ കഥ മുന്നോട്ട് പോകുന്നതോറും ആ കഥാപാത്രത്തിനോട് നമുക്കൊരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ അർജുന് സാധിക്കുന്നുണ്ട്. വോയിസ് മോഡുലേഷനും വളരെ അക്രോബാറ്റിക് ആയിട്ടുള്ള എനർജിയും ഉപയോഗിച്ച് ക്രൂഷ്യൽ ഘട്ടത്തിൽ സിനിമയെ നല്ലപോലെ അർജുൻ സഹായിക്കുന്നുണ്ട്. വിന്റേജ് ലുക്കുള്ള വിശാലമായൊരു റൂം നായകന് കൊടുത്തതിലൂടെ മഹേഷ് മധുവും റൈറ്റർ സംജി ആന്റണിയും ഓൾമോസ്റ്റ് ഒരു പ്ലേ പോലെയാണ് ഇതിലെ ഡ്രാമയെ സെറ്റ് ചെയ്യുന്നത്. ഏതാണ്ട് 80% സിനിമയും ആ റൂമിനുള്ളിലാണ് നടക്കുന്നത്. കൺഫ്യൂഷൻ കോമഡിയും ഡിവൈൻ ഇന്റർവെൻഷനും പിന്നെ കുറച്ച് ട്വിസ്റ്റുകളും ഒക്കെ ഉള്ളതാണ് കഥ. മേൽ പറഞ്ഞ സാധനങ്ങളൊന്നും അതിന്റെ പീക്കിലേക്ക് എത്തുന്നില്ലെങ്കിലും കഥ പറച്ചിലിന്റെ ഒരു സ്പീഡും മൊത്തത്തിലുള്ള ഒരു ലൈറ്റ്നെസ്സും നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്നുണ്ട്. ലോജിക്കലായിട്ട് നമ്മൾക്ക് തോന്നാൻ സാധ്യതയുള്ള CCTVയുടെ അഭാവം ഒക്കെ തിരക്കഥ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ആകെ മൊത്തത്തിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മൂഡ് ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസികൾ തേടി നമ്മൾ പോകുന്ന രീതിയിലല്ല. അർജുൻ അശോകന്റെ കഥാപാത്രം വരുന്ന സ്ഥലങ്ങളിൽ സാം CS കൊടുത്തിട്ടുള്ള പശ്ചാത്തല സംഗീതം അത്യാവശ്യം എനർജി ഉള്ളതായിരുന്നു. വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു കോമഡി പടമാണ് എന്ന് സ്വന്തം പുണ്യാളൻ. കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത എന്തിലേക്കെങ്കിലും പോകാൻ കാര്യമായിട്ട് ശ്രമമൊന്നുമില്ല. പക്ഷെ ചില ട്വിസ്റ്റുകളും ക്വക്കി ആയിട്ടുള്ള കഥാപാത്രങ്ങളുടെ പ്ലേസ്മെന്റും കാരണം കണ്ടിരിക്കുന്നവനും മുഷിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. പറ്റുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.